അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ ഒളിച്ചുകളി. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചെത്തിയ പാക് ഡ്രോണുകളെ വെടിയുതിർത്ത് തുരത്തി ഇന്ത്യൻ സൈന്യം. ആകാശമാർഗമുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്ന് വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഭാരതം നൽകുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് രജൌരിയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്രോണുകൾ കണ്ടെത്തിയത്. കെറി സെക്ടറിലെ ഡുങ്ക ഗാലി പ്രദേശത്തും ധേരിധാര ഗ്രാമത്തിന് മുകളിലുമായിട്ടാണ് രാത്രി 7:30 ഈ പറക്കുന്ന യന്ത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ മാരകായുധങ്ങൾ നിക്ഷേപിക്കാനോ എത്തിയതാണെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ സൈന്യം ഉണർന്നു പ്രവർത്തിച്ചു. ഡ്രോണുകൾ ലക്ഷ്യമാക്കി സൈന്യം വെടിയുതിർത്തതോടെ പിടിച്ചു നിൽക്കാനാവാതെ ഇവ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലേക്ക് തന്നെ പിൻവാങ്ങി. നമ്മുടെ സൈന്യം അതീവ ജാഗ്രതയിലാണ്. അവർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമാധാനമായി ഉറങ്ങുന്നത് എന്നാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു കാശ്മീരിലെ വിവിധ സെക്ടറുകളിൽ സമാനമായിട്ടുള്ള ഡ്രോൺ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി 12-ന് പൂഞ്ച്, രജൌരി ജില്ലകളിലെ മാൻകോട്ട് കബ്ബാർ മേഖലകളിലും പാക് ഡ്രോണുകൾ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചിരുന്നു. ഭീകരവാദികളെ അതിർത്തി കടത്തിവിടാൻ സാധിക്കാതെ വരുമ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും മയക്കുമരുന്നും എത്തിക്കുക എന്ന പാകിസ്ഥാന്റെ പുതിയ തന്ത്രമാണിതെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ വിഷയത്തിൽ അതിശക്തമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് എന്നിവയിലൂടെ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു. ആ ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുകയുമാണ്. 2025-ൽ മാത്രം 31 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ഇതിൽ 65% പാകിസ്ഥാൻ സ്വദേശികളാണ്. ഇനി ഒരു പഴുത് പോലും ബാക്കിയില്ല. പ്രകോപനം തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. കരസേനാ മേധാവിയുടെ വാക്കുകളാണ്. ഡ്രോൺ ഭീഷണി നേരിടാൻ ആധുനിക കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം അതിർത്തിയിൽ ഉടനീളം സൈന്യം വിന്യസിച്ചു കഴിഞ്ഞു. അതിർത്തിയിൽ വെല്ലുവിളികൾ ഉയർത്തുന്നവർ ഒന്ന് ഓർക്കുക, ഇത് പഴയ ഇന്ത്യയല്ല. ആകാശത്തായാലും ഭൂമിയിലായാലും ശത്രുവിന്റെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ നമ്മുടെ സൈന്യം സജ്ജമാണ്. ഭാരതത്തിന്റെ മണ്ണിലേക്ക് നീളുന്ന ഏത് കൈകളും തകർക്കാനുള്ള കരുത്ത് ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.